ഈ വീഡിയോയുടെ കണ്ടക്റ്റിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. മലപ്പുറം പല മുസ്ലിം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഈ ഏകദേശം ചെറിയ നോമ്പ്, വലിയ നോമ്പ്, ഈ സമയത്തൊക്കെ ഒരു മാസമാണ് കടകൾ അടച്ചത്. ബേസിക്കലി അവിടെ പബ്ലിക് റോഡ്, മറ്റുള്ള പബ്ലിക്കൊക്കെ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് ഞാൻ അതുവഴിയൊക്കെ ഈ കോവിഡ് സമയത്തൊക്കെ പോകുമ്പോൾ ആരും മറ്റൊരു വിൽക്കും. എവിടെ പോയി ചായ വിൽക്കും, എത്രയോ കിലോമീറ്റർ പോകണം. അപ്പോൾ ഞാനപ്പോൾ കേരള ഗവൺമെൻറ്റിനും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതേപോലെ പഴയ ചീഫ് സെക്രട്ടറിയായിരുന്ന വേണുവിൻ്റെ ഓഫീസിലൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നതെന്നല്ലാതെ അതൊരു നടപടിയെടുത്തിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലോട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് താല്പര്യമേ ഇല്ല. കാരണം മുസ്ലിം ലീഗിന് ഈ പറയുന്ന വോട്ട് ബാങ്കിന് പിണക്കാൻ വേണ്ടി, അതായത് പക്ക ഒരു മത രീതിയിലുള്ള, മത തീവ്രവാദ രീതിയിലുള്ള ആ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുപോകുന്നവരെ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ഇത് ശരിയല്ല എന്ന് പറയാൻ പോലും ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് കഴിയുന്നില്ല. ഇപ്പം ഇടതുപക്ഷമാണെങ്കിൽ കോൺഗ്രസ് ആയിട്ട് UDF പാർട്ടിയുണ്ട്. ഇത് സിമ്പിളായിട്ട് എടുക്കുന്ന തീരുമാനമാണ്. ഈ അടച്ചിരുന്ന കടകൾക്ക് അവിടെ ലൈസൻസ് ഒരു 6 മാസമൊക്കെ സസ്പെൻഡ് ചെയ്താൽ മതി. ഇത് ഫുള്ളായിട്ട് പ്രോസിക്കാനും പറക്കാണ്ട് ലൈസൻസ് എടുക്കുന്നത് 6 മാസം സസ്പെൻഡ് ചെയ്ത് കഴിയും, പിന്നെ എല്ലാ ദിവസവും പോയി തുറക്കും. അതുപോലും ചെയ്യാൻ കഴിയാത്ത കേരളത്തിനെ മാറി വരുന്നൊക്കെ അവിടെ പറ്റുക. ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുത്തേ പോകാൻ. കാരണം ഞാൻ നേരിട്ട് പരാതി കൊടുത്ത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുക. കാരണം ഇതിലൊരു അവധി വന്നേ മതിയാകത്തുള്ളൂ. ഇത് ഒരിക്കലും ഒരു ഹൊറബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കി. അപ്പോൾ മുന്നോട്ട് പോകുന്ന അത്ര ശരിയൊന്നു. എൻ്റെ രണ്ടാമത്തെ എൻ്റെ ടോപ്പിക്കിലോട്ട് വരട്ടെ. ഈ ഗോപാലിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടു പൃഥ്വിരാജ്, അതേപോലെ മോഹൻലാൽ ഈ സിനിമ ആയിട്ട് ഞാൻ പറഞ്ഞ സിനിമ കാണുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഇത് രാജ്യത്തെ ബാധിക്കുന്ന ഇഷ്യൂ ആയി മാറി. ഇപ്പോൾ വീണ്ടും ഈ EDയുമായിട്ട് ബന്ധപ്പെട്ട് പല അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു സംഭവം പുറത്തു വന്നു. ഇൻട്രസ്റ്റിംഗ്. ഇപ്പം 2 ദിവസം കൊണ്ട് എൻ്റെ വാട്സപ്പിനകത്ത് ഈ മോഹൻലാൽ ഫാനുകളുടെയും അതേപോലെ തന്നെ ഗോപാലിൻ്റെ ആൾക്കാരൊക്കെ മെസ്സേജ്, എൻ്റെ വാർത്ത ശരിയല്ല, തെറ്റാ, അതാ ഇതാ. ഞാൻ പറഞ്ഞ ചലഞ്ച് ചെയ്യ്. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾ പോയി ചലഞ്ച് ചെയ്യും. അപ്പോൾ എനിക്ക് കോർട്ടിൽ പ്രൂവ് ചെയ്യാമല്ലോ ഞാനീ പറഞ്ഞ സത്യമാണോ ശരിയാണോ എന്തുവാണെന്നുള്ളത്. അപ്പം ഞാനീ പറയുന്ന അടുത്ത സംഭവം എന്ന് പറയുന്നത്, ഈ ഗോപാലിൽ ഏകദേശം 26 ഹോട്ടൽസൊക്കെ കേരളത്തിൽ അത് രജിസ്റ്റർ ആയിട്ടുള്ള സംഭവമാണ് ഈ പറയുന്നത്. അവരുടെ വെബ്സൈറ്റ് കാണുകയത് ഏകദേശം 28 ഹ്യൂജ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ TD പറയുന്ന മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 6000 കോടി രൂപയെ. ഏറ്റവും കൂടുതൽ കഴിഞ്ഞിടക്കാണ് ഇതെല്ലാം മേടിച്ച് കൂട്ടുന്നത്. അതായത് ലാൻഡ് ജിഹാദ് ഇവിടെ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ED ഓപ്പൺ ചെയ്ത അന്വേഷണം ഈ പണം എടുക്കുന്നത്. ഈ ഹോട്ടലൊക്കെ വാങ്ങുന്നേ പല കോവിഡും പ്രശ്നമൊക്കെ വന്നു കഴിയുമ്പം അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡയറക്റ്റായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പകർക്കാം. ഈ പറയുന്ന ഖത്തർ ടവർ ഫണ്ട് കയറി വരുവാണ്. നേരത്തെ ഈ നോട്ട് മരവിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഈ ലാൻഡ് പൂർണ്ണമായിട്ട് ഒരു പ്രത്യേക കമ്മ്യൂണിസ്റ്റുള്ള ഒരു ഭാഗമായിട്ട് അത് കറൻസി ബാൻ വന്ന ശേഷം അത് മാറിയിട്ടൊരു ഹിന്ദു ഫേസിനെ വെച്ചേക്കുവാണ്. അതായത് ഗോപാൽ കാരണം ബിസിനസ്സുകാരനാണ്, ചിക്സ് എന്നുണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പം അയാളെ മുന്നിൽ വെച്ചിട്ട് ഇതിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്ന മറ്റുള്ള ആൾക്കാർ പേര് ഗോകുലം സംഭവം. പക്ഷെ അതിൻ്റെ ഫണ്ടിങ്ങും പുറത്താണ് കാര്യം. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ ഓണർഷിപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വീഡിയോ ഓപ്പൺ ചെയ്യും. ആരാണിത് ഫണ്ട് ചെയ്തത്, എത്ര പെർസെൻറ്റേജ് ഗോപാലിന് ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡറാണ്, ബാക്കി ആരൊക്കെ ഇവിടുന്നാണ് ഇത് ഫണ്ട് ചെയ്തത്. അതായത് പക്ക ലാൻഡ് ജിഹാദ്. അതിൻ്റെ മുമ്പിലെ ഫേസ് ഗോപാലൻ എന്നാണ് EDയുടെ മറ്റൊരു വ്യാഖ്യാനം.
ഉറപ്പായിട്ടും നിങ്ങളിതൊക്കെ അറിഞ്ഞിരിക്കണം. ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയയും മറ്റുള്ള മീഡിയയും ഒന്നും പറയത്തില്ല. പറയാത്തതിൻ്റെ കാര്യം ഇവിടുത്തെ മീഡിയയ്ക്ക് അത് ഭൂഗലത്തിൻ്റെ ഗോപാലിൻ്റെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതും അതിൻ്റെ റൂട്ട് ഞാൻ പറഞ്ഞു കഴിയും. അതിനെപ്പറ്റി അന്വേഷണം നടന്നേ മതിയാവത്തുണ്ട്. ഇപ്പം എന്താണ് ഇതിൻ്റെ പദ്ധതി? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം. കാരണം ഒരു മുസ്ലിം ഫേസിനെ മാറ്റിയിട്ട് ഒരു ഹിന്ദു ഫേസ് നിൽക്കുന്നു. ആ ഹിന്ദു ഫേസിൽ കൂടെ പണം റൂട്ട് ചെയ്യും. ഈ വരുന്നതെല്ലാം ഈ മിഡിൽ ഈസ്റ്റ് ടെറർ ഫണ്ടാണ് ഈ വരുന്നത്. സിനിമയിലാണെങ്കിലും മറ്റുള്ള സംഭവത്തിൽ അവസാനം ലാൻഡ്, ഇതൊക്കെ പല ആവർത്തി പലരും പറഞ്ഞതാണ്. അപ്പോഴൊന്നും ഇതിനെപ്പറ്റി കാര്യമായിട്ട് എടുത്തില്ല. ഈ സിനിമയിൽ ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ അത് സംഭവത്തിൻ്റെ പിച്ചൊക്കെ മാറുന്നത്. എന്താണ് ഇതിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് പുറകിലുള്ളത്? ഇപ്പം തന്നെ ചില ഡീറ്റെയിൽ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത സംഭവം, രജിസ്റ്റർ ചെയ്യാത്ത മനതുകൊണ്ടെന്നാണ് പറയുന്നത്. അപ്പം അത് ഇത്രമാത്രം മണി സൈഫൺ ചെയ്ത് മിഡിൽ ഈസ്റ്റ് ചെയ്ത് കൊതുകുന്നത് എങ്ങനെയാണിത് റൂട്ട് ചെയ്തത്? അപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടക്കും. ഞാനിത് പറയുമ്പോൾ എനിക്ക് പോകാതെ ഗോപാലിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ആ ചിപ്പ് ഫണ്ടിൻ്റെ എത്തുന്ന അനുഭവമല്ല. എനിക്കത് പേഴ്സണലി യാതൊരു പ്രശ്നവും ഇല്ല. ഈ പറയുന്ന മോഹൻലാലുമായിട്ട് എനിക്ക് പേഴ്സണൽ ബന്ധമുണ്ട്, എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ബന്ധം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇപ്പോൾ പേഴ്സണൽ ബന്ധം ഉറപ്പായിട്ട് ഞാൻ 8-10 പ്രാവശ്യം ഒരുമിച്ച് ഇളവ് കുടിച്ചിട്ടാണ് അവിടെ വീട്ടിൽ. അത്ര ബന്ധമാരോ എന്നോട് എൻ്റെ ഒത്തിരി കത്തിയാടി കേൾക്കുമാരോ? പറയാനുണ്ടായ കാരണം നമ്മുടെ രാജ്യത്തെ തൊട്ട് പണം സമ്പാദിക്കാനേക്ക് രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സിനിമാ നടനല്ല ആരാണെങ്കിൽ അതിനെതിരെ നമുക്ക് ഒന്നിച്ചേ മതിയാവത്തുള്ളൂ. സിനിമയൊക്കെ വളരെ ചീള കേസാണ്. നമ്മുടെ ഈ രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സോണ്, നമ്മുടെ കംഫോർട്ട് സോണും സെക്യൂരിറ്റി സോണും ഉള്ളൂ. അതിനകത്ത് പല ആൾക്കാരും പണം ഉണ്ടാക്കാനും ലാൻഡ് വാങ്ങാനും ഇതിനെ നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു കൂട്ടര് എപ്പോഴും ഈ രാജ്യത്തോട്ടായിട്ടുണ്ട്. അതിന് അനുകൂലമായിട്ട് ഇവിടുത്തെ പൊളിറ്റീഷ്യനാണെങ്കിലും സിനിമാക്കാരാണെങ്കിലും ഇതേപോലുള്ള ബിസിനസ്സുകാരും ഉണ്ടാകുമ്പോൾ അതിനെ ജനങ്ങളുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് ഒരു നോർമൽ ജേർണലിസ്റ്റായ ഏറ്റവും ഉത്തരവാദിത്വം. അതിന് ഞാൻ ഒരിക്കലും പുറകിൽ. കാരണം അതിൻ്റെ പേരിൽ തന്നെയാണ് ഈ സംഭവത്തിന് ഞാൻ മോഹൻലാലിനെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അയാൾ ഇതിനകത്ത് ഒരു കൂട്ടുപ്രതി തന്നെയാണ്. വ്യക്തമായ ധാരണയിലേ പറയുന്നത്. പല രീതി നിങ്ങൾ ആലോചിച്ചോടാം. ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മിനിമം 10-20 പ്രാവശ്യം ഫോൺ ചെയ്യുന്ന പല ആൾക്കാർക്ക്. അല്ലാതെ എനിക്ക് ശരിക്കും വീഡിയോയുടെ ഒഫീഷ്യൽസിനെ ഈ കേന്ദ്ര സർവീസിലുള്ളവരൊക്കെ അറിയാം. ഞാൻ ഡൽഹിയിൽ ഇത്രയും വർഷം ജോലി ചെയ്തു സീനിയർ പോസ്റ്റിൽ. എനിക്ക് ഇവരെയൊക്കെ അറിയാം. കാരണം അവർക്കറിയാം ഞാൻ ചോദിക്കുന്ന നേഷൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ള സംഭവമാണ് ചോദിക്കുക. അല്ലാതെ ഏജൻസികളെ തകർക്കാനൊന്നുമല്ല. പക്ഷെ ഞാൻ കറപ്ഷനെതിരെയാണ്. ഇതെല്ലാം കൂടെ വെച്ച് ഞാൻ പറയുമ്പോൾ ഈ ഒരു ഉദ്യമത്തിന് കാരണം ചിലപ്പോൾ ഇതോടുകൂടി കയറൊന്ന് ക്ലീൻ ചെയ്യാം. ഇതേപോലെയുള്ള ടെറർ ഫണ്ടും ജിഹാദ് ഫണ്ടും അതിനുവേണ്ടിയുള്ള സിനിമാ നിർമ്മാണവും ഇതേപോലെയുള്ള പോൺസി ചിറ്റ് ഫണ്ടും സംഭവങ്ങളൊക്കെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സെക്ടറിലല്ല. ലാൻഡിനകത്ത് ലാൻഡ് വാങ്ങുന്നു. അതിൻ്റെയൊക്കെ പുറകിലത്തെ ഫണ്ട് ചെയ്യുന്നതാണ്. കാരണം എൻകൂട്ടിയതൊക്കെ ഈ കറൻസി ബാൻ ഉണ്ടായ സമയത്താണ്. അന്ന് വേറെ വഴിയൊന്നുമില്ല. ഇതേപോലെ പല ആൾക്കാരെ വെച്ച് ഗെയിം കളിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഇതേപോലെയുള്ള വസ്തുതകൾ ജനങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങൾ അതിനെതിരെ പൂർണ്ണമായിട്ടും പ്രതികരിക്കേണ്ടത്. ഈ ഒരു സംഭവമായിട്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടി ലെഫ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇവർ ബിൻഡില്ല. ഇതെല്ലാം വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് ഇതേപോലെയുള്ള ന്യൂസും ഇൻഫോർമേഷൻ കിട്ടുന്ന ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടാണ് ഇവർ പോകുന്നത്. അതിനെതിരെ നമ്മൾ നിശ്ചയദാർഢ്യത്തോട്ട് മുന്നോട്ട് പോകാൻ ഈ പറയുന്ന കള്ള മീഡിയയൊക്കെ ഞാൻ പുതുക്കി നാശമാക്കി കൊടുക്കാം. അവൻ്റെ മേളിൽ ഭയങ്കരമായിട്ട് പ്രഷർ തന്നി അവൻ തന്നെ അങ്ങ് അടച്ചുപൂട്ടിയാണ് പോകും. അത് ഇതേപോലെയുള്ള പണം കൊണ്ട്
റണ്ണിങ് ചാനൽ, യൂട്യൂബ്, അതിന് പണം കൊടുക്കുന്നു, ഇതിന് പണം കൊടുക്കുന്നു. കാരണം ഹ്യൂജ് മണിയാണ്. കാരണം ടെറർ ഫണ്ടിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ വെൽ റിസർച്ചാണ് ഗ്ലോബലായിട്ട്. എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്തത്, എങ്ങനെയാണ് ഇത് വരുന്നത്, ആരൊക്കെ ത്രൂ ആണ് ഇത് പോകുന്നത്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടെറർ ഫണ്ട് വരുന്ന കേരളത്തിൽ. അതുകൊണ്ട് തന്നെയാണല്ലോ 177 പേര് IS എന്നും പറഞ്ഞുകൊണ്ട് സിറിയയിൽ, അഫ്ഗാനിസ്ഥാനൊക്കെ പൊട്ടാൻ പോയത്. ഇതിൻ്റെയൊക്കെ പുറകിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നു വലിയൊരു ടെറർ ഫണ്ട് ഗ്രൂപ്പും ഉണ്ട്. ഓരോന്നായിട്ട് പുറത്ത് വരുമ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതായത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത എത്ര സിനിമാക്കാരനാണ് ഏതവരാണെങ്കിലും അവനെ നമ്മൾ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവരുത്. എത്ര ഫാനാണെങ്കിലും ഫാനല്ലെങ്കിൽ. കാരണം ആ ഒരു നിലപാടിൽ പോയാൽ മാത്രമേ നമ്മുടെ രാജ്യം സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പൊ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, Google Pay, UPIയുടെ ചില ലിമിറ്റ്, അപ്പൊ അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി ഇടുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ. ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇവിടെ സംഭവിച്ചത്. മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പൊ നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എന്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിന്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. നല്ല ആൾക്കാർ, നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കും, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും. ഇതിനെ തോലച്ചേറായി. അപ്പൊ നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അയച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പൊ നല്ല റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്തിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിന്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടുകൂടെ പ്രതീക്ഷിക്കുന്നു.